നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. കഴിഞ്ഞ നൈറ്റ് വിജിൽ രാത്രികളിൽ കർത്താവിൻ്റെ മുമ്പിൽ അനേകർ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ ദൈവം അവർക്ക് സമീപസ്ഥനായി. അനേകരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി അനേക വ്യക്തികൾക്ക് അനുഭവവേദ്യമായി. ഈ സമയങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുത്ത കുറച്ച് കത്തുകൾ ഇവിടെ വായിക്കുകയാണ്. ഈ സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് സക്കറിയാസ് അഗസ്റ്റിൻ. നമുക്ക് അദ്ദേഹത്തിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ശ്രവിക്കുകയും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദിവസമാണ് ഇന്ന്. ഓരോ ജാഗരണ പ്രാർത്ഥനയുടെ ദിവസവും ഓരോ ആദ്യ വെള്ളിയാഴ്ച ദിവസവും ദൈവം അനേകരുടെ ജീവിതത്തിൽ ലോകമെങ്ങും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും ടി വിയിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിലുമെല്ലാം ദൈവം നിരന്തരമായി തൻ്റെ കൃപ, തൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്രകാരം ബൈബിളിൽ വായിക്കുന്നു. 2 ദിനവൃത്താന്തത്തിൽ 22-ാം അധ്യായം മുതലുള്ള ഭാഗങ്ങളിൽ നമ്മളൊരു ഭാഗം ഇപ്രകാരം കാണുന്നുണ്ട്. യൂദായുടെ സൈന്യത്തിൻ്റെ നേരെ, ജനതയുടെ നേരെ യുദ്ധത്തിനായി കടന്നു വരുന്ന ശത്രുവിൻ്റെ ആ സൈന്യത്തെ എങ്ങനെ ദൈവത്തിൻ്റെ ജനം നേരിടുന്നു എന്ന് നമ്മളവിടെ വായിക്കുകയും, യഹോഷാഫാത്ത് രാജാവാണ് അന്ന് തൻ്റെ ജനത്തെ നേതൃത്വം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശത്രു സൈന്യം, വലിയൊരു സൈന്യം യൂദാദേശത്തിനെതിരെ കടന്നു വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ യഹോഷാഫാത്ത് രാജാവ് തൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടി ദൈവസന്നിധിയിലേക്ക് വന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ യുദ്ധത്തിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന്, സ്വർഗത്തിൻ്റെ ശക്തി നീ പ്രകടമാക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുക. ജനം ഒന്നാകെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ജനം ഒന്നാകെ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ആ വ്യക്തിയിലൂടെ ദൈവം ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്: ഈ യുദ്ധം നിങ്ങളുടേതല്ല, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യുദ്ധം നിങ്ങളുടേതല്ല, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, നിലവിളിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിശ്വാസപൂർവ്വം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവം അത് അനേകം നാളുകളിൽ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഈ അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ ദൈവം പ്രകാരം ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. ഈ കഴിഞ്ഞ നൈറ്റ് വിജിലിലൂടെ ദൈവം പ്രവർത്തിച്ച നിരവധിയായ അനുഭവങ്ങൾ, അനേകം അത്ഭുതങ്ങൾ, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ 1-2 കത്തുകളിലൂടെ കടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്രകാരം ആദ്യത്തെ കത്ത് ഞാൻ വായിക്കുന്നു. ഈ സഹോദരി ജിഷ ഉർമീസ് എന്നാണ് ഈ സഹോദരിയുടെ പേര്. ഇപ്രകാരം എഴുതുക: സൗദിയിൽ നിന്ന് ഞാൻ ഈ കത്ത് എഴുതുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഒരു കുഞ്ഞിന് വേണ്ടി നിരന്തരം നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ നിയോഗം TV-യുടെ മുൻപിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 2017 ഒക്ടോബർ നൈറ്റ് വിജിൽ ആരാധനയുടെ സമയത്ത് അച്ഛൻ 33 പേർക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതിലൊരാൾ ഞാനാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിന് ഫലമായി 2017 നവംബർ 18 ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുകയും ജൂൺ 28, 2018 ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. ഒരാൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും നൽകി എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം വരുന്നേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ ദൈവം നിലവിളിച്ച ഒരു സഹോദരിയുടെ നിലവിളി കേട്ടുകൊണ്ട് ദൈവം ഒരു കുഞ്ഞിനെ നൽകി. 1 അല്ല 2 കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഒരു ആൺകുഞ്ഞിനെയും ഒരു പെൺകുഞ്ഞിനെയും നൽകി ദൈവം അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് വലിയവനാണ്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഒന്ന് കരം ഉയർത്താമോ?
ഈ മക്കളോട് ചേർന്ന്, ഈ കുടുംബത്തോട് ചേർന്ന് ഇരട്ട കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ച ദൈവത്തെ ഒന്ന് ചേർന്നൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഈശോയെ നന്ദി പറയുക, ദൈവമേ നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കാരുണ്യം കാണിച്ച യേശുവേ നന്ദി പറയുകയാണ്. അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് അവിടുന്ന് സ്വർഗം തുറന്ന് നിന്റെ ജനത്തെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്ന ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തിന്റെ നാമത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ദൈവം കരുതും വഴികളെ ഓർത്താൽ, ദൈവം ഒരുക്കും നന്മകളോർത്താൽ, ദൈവം കരുതും വഴികളെ ഓർത്താൽ, ദൈവം ഒരുക്കും നന്മകളോർത്താൽ, നന്ദിയോടെ പാടിടും ഞാൻ, എന്നും എന്നും പുകഴ്ത്തിടും ഞാൻ, നന്ദിയോടെ പാടിടും ഞാൻ, എന്നും എന്നും പുകഴ്ത്തിടും ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 13 അതിൻ്റെ 6-ാം തിരുവചനത്തിൽ നമ്മുടെ പ്രകാരം സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. എന്തുകൊണ്ടാണ് ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും? അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും, അതിരറ്റ രീതിയിൽ പാടി സ്തുതിക്കും. കാരണം കർത്താവ് എന്നോട് അനന്തമായ കാരുണ്യം, അതിരറ്റ കാരുണ്യം കർത്താവ് എന്നോട് കാണിച്ചിരിക്കുകയും. ദൈവം അനന്ത കാരുണ്യവാനാണ്, അനന്ത കാരുണ്യവാനാണ്. അതാണ് വചനം നമ്മളെ ഓർപ്പിക്കുക, സങ്കീർത്തകൻ നമ്മളെ ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവപ്രകാരം കരുണ കാണിച്ച മറ്റൊരു വ്യക്തിയുടെ സാക്ഷ്യം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക. എൻ്റെ പേര് അൽഫോൺസ വർഗീസ് എന്നാണ്. ഇരിങ്ങാലക്കുട രൂപതാംഗമാണ്. എനിക്ക് 9 മാസങ്ങൾക്ക് മുമ്പ് ഹെർപെക്സ് എന്ന രോഗം വന്നതിനാൽ എൻ്റെ മുഖം വലത്ത് ഭാഗത്തേക്ക് കോടിപ്പോവുകയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി കണ്ണ് ഉറങ്ങുമ്പോൾ തുറന്നിരിക്കുകയുള്ളൂ എന്നും ഫിസിയോതെറാപ്പി അതുകൊണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു. മുഖം സോഫ്റ്റ് ആയതുകൊണ്ട് ഉൾഭാഗം ഇതിനാൽ പൊള്ളിപ്പോവുകയും ചെയ്തു. അതുകൊണ്ട് ഫിസിയോതെറാപ്പി നിർത്തിവെക്കേണ്ടതായി വന്നു. വീണ്ടും ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്, ഡോക്ടർ ഇതിൻ്റെ ഭാഗമായി ഇനി മുഖം നേരെയാകാൻ സാധ്യമല്ല എന്ന് തീർത്തും പറഞ്ഞിരുന്നു. ഞങ്ങൾ പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചെങ്കിലും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇനിമേലിൽ ഇത് ശരിയാവുകയില്ല. ഞങ്ങൾ സ്ഥിരമായി നൈറ്റ് വിജിൽ കാണുന്നവരാണ്. ഇതിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ ഫലമായി എൻ്റെ അസുഖം പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം പറഞ്ഞു ഒരു കാരണവശാലും ഇനി നീ സൗഖ്യം പ്രാപിക്കുകയില്ല. ഈ സഹോദരിയുടെ ശരീരത്തിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം കോടിപ്പോയി. ഫിസിയോതെറാപ്പി ചെയ്തു, അത് നിഷ്ഫലമായി. ഡോക്ടർമാർ വിധി എഴുതി ഇനി ഒരിക്കലും നോർമൽ ആവുകയില്ല എന്ന്. എന്നാൽ വിശ്വാസപൂർവം നൈറ്റ് വിജിൽ ശുശ്രൂഷയോട് ഈ പ്രിയപ്പെട്ട മകള് പ്രാർത്ഥിച്ചപ്പോൾ അസാധ്യമെന്ന് ലോകം വിധി എഴുതിയ, മെഡിക്കൽ സയൻസ് വിധി എഴുതിയ ആ രോഗാവസ്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റിക്കൊണ്ട് അവളെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യ കാര്യങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ ഒന്ന് ചേർന്ന് കരമടിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് അവിടുത്തെ ഒന്ന് ആരാധിക്കാം. ഈശോയെ നന്ദി പറയുന്നു, ഓ ഈശോയെ മഹത്വപ്പെടുത്തുന്നു. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭനേ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, അനുഗ്രഹത്തിൻ അധിപതിയെ അനന്ത കൃപാ പെരുമഴയെ
സങ്കീർത്തനം 18 1-ാം തിരുവചനം 1-2 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അതിതാണ്: അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് സങ്കീർത്തൻ കുറേയധികം കാര്യങ്ങളൂടെ പറയുക. അതിപ്രകാരമാണ്: അങ്ങാണ് എൻ്റെ രക്ഷാശില, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഏക രക്ഷ അങ്ങയിലാണ്. അതാണ് പറയുന്നത്, അങ്ങാണ് എൻ്റെ രക്ഷാശില. രണ്ടാമത് അവൻ പറയുകയാണ്, എൻ്റെ കോട്ടയും വിമോചകനുമാണ്. തിന്മയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കുന്ന, എല്ലാ തിന്മകളിൽ നിന്ന് വിമോചനത്തിലേക്ക് നയിക്കുന്ന എൻ്റെ കോട്ടയും എൻ്റെ വിമോചകനും അങ്ങാണെന്ന് സങ്കീർത്തകൻ പറയുക. വീണ്ടും പറയുകയാണ്, എൻ്റെ ദൈവവും എനിക്ക് അഭയം നൽകുന്ന പാറയും. എൻ്റെ ദൈവം, എല്ലാറ്റിനും ഉപരിയായി എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം, ഞാൻ എപ്പോഴും ആശ്രയിക്കുന്ന എൻ്റെ പാറ അങ്ങാണെന്ന് സങ്കീർത്തകൻ ഏറ്റു പറയുക. അവസാനമായി പറയുകയാണ്, എൻ്റെ പരിചയം രക്ഷാശൃംഗവും എൻ്റെ അഭയകേന്ദ്രവും അങ്ങ് മാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിൽ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ, എൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ, എല്ലാ വേദനകളിൽ, രോഗങ്ങളിൽ എൻ്റെ ഏക ആശ്രയം കർത്താവേ അങ്ങ് മാത്രമാണെന്ന് സങ്കീർത്തകൻ ഏറ്റു പറയുക. പ്രിയപ്പെട്ടവരെ, ആ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ഈ സാക്ഷ്യം കൂടി കേൾക്കാം. എൻ്റെ പേര് ലിറ്റിൽ മാത്യു. ഞാൻ അയർലാൻഡിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8-നായിരുന്നു എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രാക്ടിക്കൽ. ഒരു തവണ പരാജയപ്പെട്ട എൻ്റെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അത്, അവസാന ചാൻസ് ആയിരുന്നു അത്. അതിനായി ഒരുങ്ങുന്ന അവസരത്തിൽ സെപ്റ്റംബർ 7-ാം തീയതി നടന്ന ആദ്യവെള്ളി നൈറ്റ് വിജിൽ ഞാൻ ഓൺലൈനായി പങ്കെടുത്തു, ഇന്റർനെറ്റിലൂടെ പങ്കെടുത്തു. അതിനിടയിൽ ലെറ്റർ വായിച്ച് നന്ദി പറയുന്ന സെഷൻ, അതായത് ഈ ടെസ്റ്റിമണിയുടെ സെഷൻ കണ്ടപ്പോൾ ഞാനും ഈശോയോട് എൻ്റെ നാളത്തെ പരീക്ഷ എളുപ്പമാക്കി തന്ന് എന്നെ വിജയിപ്പിച്ചാൽ അത് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസത്തെ എൻ്റെ പരീക്ഷ അത്ഭുതകരമായ വിധം എളുപ്പമാക്കി ഈശോ എന്നെ വിജയിപ്പിച്ചു. എൻ്റെ ആഗ്രഹം പോലെ എന്നെ അയർലാൻഡിൽ ഒരു നേഴ്സാക്കി മാറ്റി നല്ലൊരു ജോലിയും തന്നു. എൻ്റെ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി അയർലാൻഡിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതിൻ്റെ പരീക്ഷ എഴുതി, അവസാനത്തെ ചാൻസ് ആണ്. ആ പരീക്ഷ കൂടി പരാജയപ്പെട്ടാൽ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുമെന്ന അവസ്ഥയിൽ അവൾ ഇപ്രകാരം നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച സമയത്ത്, സാക്ഷ്യങ്ങൾ വായിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു, കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം നീ ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ആ അത്ഭുത സാക്ഷ്യം ഏറ്റുപറയും. പ്രിയപ്പെട്ട ഒരു ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ദൈവം അവളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ആ പരീക്ഷയിൽ അത്ഭുതകരമായ വിജയം നൽകി. പരീക്ഷ അവൾ പാസ്സായി. അയർലാൻഡിൽ അവൾ ജോലി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മകളോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഈശോ എന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുക. കർത്താവേ, എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേയ്ക്കായി കരയേറ്റുക. കർത്താവേ നന്ദി പറയുന്നു. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ആരാധിക്കണം. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. ചേർന്നത് പാടാമോ? പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34-ന്റെ 8-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. സങ്കീർത്തകൻ ബോധ്യത്തോടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാനാണ്. ആരാണ് ഭാഗ്യവാൻ? കർത്താവിനെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാനാണ് എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുക, സങ്കീർത്തനം നമ്മളെ ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാഗ്യവാന്മാരായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വന്ന് നമ്മൾ അനുഗ്രഹം സ്വന്തമാക്കുന്നവരായി, ദൈവാനുഗ്രഹം സ്വന്തമാക്കുന്നവരായി മാറണമെങ്കിൽ ദൈവം നമ്മളോട് പറയുക, ഈ രാത്രിയിൽ സങ്കീർത്തനം നമ്മൾ ഓർപ്പിക്കുക, ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യണം: നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം അനുഗ്രഹം നൽകുമെന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ മറ്റൊരു കത്ത് കൂടി വായിക്കുകയാണ്. ഒമാനിൽ നിന്ന് മേരി തോമസ് എന്ന സഹോദരി എഴുതുകയാണ്. സഹോദരി പ്രകാരം പറയുകയാണ്: എൻ്റെ പേര് മേരി,
ഞാൻ മസ്കറ്റിൽ MOH ജോലി ചെയ്യുന്നു, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, അവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുകയും ഞാൻ ഏതാണ്ട് 1 വർഷത്തോളമായി ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പരിശ്രമിക്കുക, അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പരിശ്രമിക്കുക. ഏകദേശം 9-10 ടെസ്റ്റുകൾ നടത്തി, എല്ലാം പരാജയപ്പെട്ടു. 9-10 ടെസ്റ്റുകൾ നടത്തി, എല്ലാം പരാജയപ്പെട്ടു. ഓരോ ടെസ്റ്റിനും 25 റിയാലാണ് ചാർജ്. ഏകദേശം 4300 മുതൽ 4500 രൂപ വരെ ചാർജ് ആവും ഒരു തവണ ടെസ്റ്റ് എഴുതാൻ. അങ്ങനെ 9-10 ടെസ്റ്റുകൾ അവര് പരാജയപ്പെട്ടു. ഞാൻ മുടങ്ങാതെ നൈറ്റ് വിജിൽ ശുശ്രൂഷ കാണാറുണ്ട്. ഷാലോം പ്രെയർ മിനിസ്ട്രി വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പറഞ്ഞു തന്ന് എന്നെ ശക്തിപ്പെടുത്തുമായിരുന്നു. എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഒത്തിരിയേറെ വിഷമവും അതിലേറെ നിരാശയും തോന്നി. ഈ ചൂട് കാലത്ത് അതും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഞാൻ പരിശ്രമിച്ചിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു. അങ്ങനെ എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് എഴുതുക. നൈറ്റ് വിജിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഈ വിഷയം എഴുതി ടിവിയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അത്ഭുതകരമായ മറ്റൊരു പ്രവൃത്തി. ഈ സഹോദരി അവള് അനേകം തവണ 9-10 തവണ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന ടെസ്റ്റ് അപ്പിയർ ചെയ്തു. ഒരു ടെസ്റ്റിന് 4500 രൂപ ചിലവാകും. അവിടുത്തെ ഇന്ത്യൻ മണി നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അങ്ങനെ 9-10 തവണ എഴുതി, എല്ലാം പരാജയപ്പെട്ടു. അവസാനം വിശ്വാസത്തോടെ നൈറ്റ് വിൽ ശുശ്രൂഷയിൽ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് വിജയം നൽകി. ഇന്ന് അവൾക്ക് ലൈസൻസ് ഉണ്ട്. അവൾ അവിടെ വാഹനം ഓടിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സഹോദരിയോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിന്റെ ആത്മാവ് ആ പ്രവർത്തന നിരതനാണെന്ന് തെളിയിക്കുക. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരമടിച്ച് ഈശോയെ നമുക്ക് വീണ്ടും ആരാധിക്കാം. ചേർന്ന് സന്തോഷത്തോടെ ഈശോയെ നന്ദി പറയുക, ആരാധിക്കുന്നു. ഈശോയെ, ഈശോയെ, യേശു നല്ലവനല്ലോ, യേശു വല്ലവനല്ലോ, യേശു നല്ലവനല്ലോ, യേശു വല്ലവനല്ലോ, യേശു ഉന്നതനല്ലോ, യേശു വലിയവനല്ലോ, യേശു ഉന്നതനല്ലോ, യേശു വലിയവനല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി വണങ്ങിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി വണങ്ങിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി മറ്റൊരു സാക്ഷ്യം കൂടി ഇപ്രകാരം എഴുതുകയാണ്. മേരി തോമസ് 2016 മെയ് മാസത്തിൽ ഒമാനിൽ MOH ഹോസ്പിറ്റലിൽ ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തു. നഴ്സിംഗ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ടെർമിനേഷൻ നോട്ടീസ് ഹോസ്പിറ്റൽ കൊടുത്തു. ഏകദേശം 300 മുതൽ 400 പേരെ വരെ പിരിച്ചുവിട്ടു. ആ കൂട്ടത്തിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നും 40 പേർക്ക് പേപ്പർ കിട്ടി. ഓഗസ്റ്റ് 2 ലാസ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു. ജൂലൈ മാസത്തിൽ തന്നെ ഗ്രാറ്റുവിറ്റി, ലീവ് സാലറി, ടിക്കറ്റ്, അങ്ങനെ എല്ലാം ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ്സ് നടത്തി. ഞങ്ങൾ 18 വർഷമായി അവിടെ ജോലി ചെയ്യുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്താണ് നോട്ടീസ് വന്നത്. റിസൈൻ ചെയ്ത് തന്നെ പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒത്തിരി പേർ ഈ വിഷയത്തിനായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അന്നും ഇതുപോലെ ടെർമിനേഷൻ പേപ്പർ ടിവിയുടെ മുൻപിൽ വെച്ച് നൈറ്റ് വിജിൽ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പ്രാർത്ഥന കേട്ടു. ഓഗസ്റ്റ് 2 എക്സിറ്റ് അടിച്ചു പോകേണ്ട ദിവസം തന്നെ ഹോസ്പിറ്റൽ അവരെ തിരിച്ചെടുത്തു. ഹല്ലേലൂയ. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേകം പേരുടെ കണ്ണുനീരിന്റെ കാരണമാണ് ഇന്ന് ജോലി പിരിച്ചുവിടുന്ന അവസ്ഥ. അനേകം പേര്, നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലൊക്കെ ഒത്തിരി പേരെ പിരിച്ചുവിടുന്നു. ഈ സഹോദരിക്ക് അപ്രകാരം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള ഓർഡർ കിട്ടി. എന്നാൽ പിരിഞ്ഞു പോകേണ്ട ദിവസം
ദൈവത്തിന്റെ അത്ഭുതകരമായ കരം ആ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ദിവസം തന്നെ വീണ്ടും അപ്പോയിന്റ്മെന്റ് നൽകി ദൈവം അനുഗ്രഹിച്ചു. ജോലി ലഭിക്കാത്ത എല്ലാവർക്കും ഇത് പ്രതീക്ഷയുടെ ഒരു ചിഹ്നമാണ്, ഒരു അടയാളമാണ്. ജോലി ലഭിക്കാത്തവർക്ക് ദൈവം ജോലി നൽകുമെന്ന്, തടസ്സങ്ങൾ നീക്കുമെന്ന്, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ദൈവം വീണ്ടും നമ്മളെ ഓർപ്പിക്കുക. കരങ്ങൾ അടിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഒന്നുകൂടി നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ നന്ദി പറയുന്നു. യേശുവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രമായി നൽകുകയാണ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ച് ഈശോയെ ആരാധിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ചേർന്ന് പാടാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. 62-ാം സങ്കീർത്തനം അതിന്റെ 1-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കും: ദൈവത്തിൽ മാത്രമാണ് എൻ്റെ ആശ്രയം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. ദൈവമാണ് എൻ്റെ അഭയശില, ദൈവമാണ് എൻ്റെ കോട്ട, സങ്കീർത്തകൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങി വീഴുകയില്ല എന്ന് സങ്കീർത്തകൻ ഉറപ്പോടുകൂടി ഈ രാത്രി നമ്മളെ ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടാൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, രോഗങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കാൻ തയ്യാറായാൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കാൻ തയ്യാറായാൽ, ഒരിക്കലും കുലുങ്ങി വീഴാൻ, തകർന്നു വീഴാൻ, നിരാശയുടെ പടുകുഴിയിൽ വീഴാൻ ദൈവം ഒരിക്കലും നമ്മളെ അനുവദിക്കുകയില്ല എന്ന് സങ്കീർത്തനം നമ്മളെ ഓർപ്പിക്കുക. ഇപ്രകാരമുള്ള ഒരു അനുഭവം നമ്മളിപ്പോൾ തുടർന്ന് വായിക്കുകയാണ്. ഈ കത്ത് എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്ന് എഴുതുന്നതാണ്. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതുന്നത്: ഞങ്ങളുടെ മകനും മരുമകൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഓരോ മാസവും നൈറ്റ് വിജിൽ പ്രയർ ലഭിച്ച ദൈവകൃപകൾ ഞാൻ അറിയിക്കട്ടെ. ഞങ്ങളുടെ മകൻ സോഫ്റ്റ്വെയർ വർക്ക് സ്വന്തമായി ചെയ്യുന്ന വ്യക്തിയാണ്. കൂടെ കുറേയധികം സഹപ്രവർത്തകരുമുണ്ട്. 2006 വിവാഹശേഷം 2008 ഞങ്ങളുടെ സ്ഥലം അവർക്ക് നൽകി. ഇവർക്ക് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് നൽകി. പിന്നീട് രണ്ടുപേരുടെയും ജോലിയുടെ ആവശ്യത്തിനായി ഒരു കടയും കൂടി പണിതു. ലോൺ എടുത്ത് കടം 20 ലക്ഷത്തിന് മുകളിലായി. 10 ലക്ഷത്തോളം രൂപ പല പ്രാവശ്യമായി ഞാൻ അവർക്ക് നൽകി. എന്നാൽ അതെങ്ങനെ ചെലവായെന്നറിയില്ല. കടത്തിന്മേൽ കടമായി അവർ വലഞ്ഞു. ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ 2-3 മാസം കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ പെൻഷനിൽ അല്പമാൽ കിട്ടി. അത് കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും സഹായിച്ചു. നിവൃത്തിയില്ലാതായപ്പോൾ വിദേശത്തേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ മകന്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന ഒരു പയ്യൻ മുഖാന്തരം സൗദിയിൽ ജോലിക്കുള്ള വിസ ലഭിക്കുമെന്നായി. അതിനായി കമ്പനിയുടെ ഒരു ട്രെയിനിങ് തിരുവനന്തപുരം IT പാർക്കിൽ 1 മാസം ചെയ്യാൻ പറഞ്ഞു. അത് മെയ് മാസത്തിൽ നടത്തി. ഒരാഴ്ചക്കുള്ളിൽ പോകാൻ കഴിയുമെന്ന് അറിയിപ്പുണ്ടായി. എന്നാൽ വിസ 1 മാസം കഴിഞ്ഞിട്ടും വന്നില്ല. തുടർന്ന് പ്രകാരം എഴുതിയിരിക്കുക: ജൂലൈ മാസത്തെ നൈറ്റ് വിജിൽ പ്രയറിൽ വിസ എത്രയും വേഗം ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നതിനും അതിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് ലോൺ അടച്ചു തീർക്കുന്നതിനും ഇടയാക്കുന്നതിന് വേണ്ടി ആരാധനയുടെ സമയത്ത് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞായറാഴ്ച വിളിച്ചപ്പോൾ വിസ കിട്ടും എന്ന് അറിയിച്ചു. വിസ കിട്ടുകയും ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ ജോലിയിൽ ജോയിൻ ചെയ്യാൻ ഉത്തരവ് ലഭിച്ചു. അങ്ങനെ ജൂലൈ 15 ജോയിൻ ചെയ്തു. ഇപ്പോൾ 1.5 മാസത്തെ ശമ്പളം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേകം ലക്ഷം രൂപ കടബാധ്യതയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ കത്തിലെ പ്രതിപാദ്യ വിഷയം. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി എഴുതുക, എലിയാമ ജൂലിയസ് എന്ന ഈ സഹോദരി എഴുതുകയാണ്. ആ സഹോദരിയുടെ മകൻ വലിയ കടബാധ്യതയിലേക്ക് കടന്നു വന്നപ്പോൾ വിദേശത്തേക്ക് പോകാൻ അവർ പരിശ്രമിച്ചു. അവരെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പക്ഷേ അവർക്ക് വിസ ലഭിച്ചില്ല. 1 മാസത്തോളം വിസയ്ക്ക് തടസ്സമുണ്ടായി. അങ്ങനെ അവർ നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച അവർ പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച ദിവസം അവർക്ക് വിസ ലഭിക്കുകയുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സഹോദരിയോട് ചേർന്ന്
അനേകം മക്കളുണ്ട് ഇതുപോലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്ത അനേകായിരം മക്കള്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം ചെയ്ത വലിയ പ്രവർത്തികൾ അത്ഭുതമായി സ്വീകരിച്ച മക്കളുണ്ട്. അവരോട് ചേർന്ന് ഈശോയ്ക്കൊന്ന് നന്ദി പറയാം. ഇരു കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ രാത്രിയിൽ ദൈവം അനേകരുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും ഈ മക്കളുടെ എല്ലാ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് ഈശോന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി പറയുന്നു, ദൈവമേ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ അവിടുന്ന് ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത്, വൻ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്കായി സ്വർഗത്തിന്റെ കവാടം തുറന്നുകൊണ്ട് അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്ന ദൈവമേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. യേശുവേ നന്ദി. കരങ്ങളടിച്ച് ചേർന്ന് ഉന്നതനു പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. ഉന്നതനു പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. ഉന്നതനു പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. ഉന്നതനു പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. കണ്ണുകൾ അടച്ചൊരു നിമിഷം വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട്, വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട്, ഭവനങ്ങളിലായിരുന്നു കൊണ്ട്, പ്രയർ ഗ്രൂപ്പുകളിൽ, ഇടവക ദേവാലയങ്ങളായിരുന്നു പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം ഈ രാത്രിയിൽ കേൾക്കണം. ദൈവം അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. ദൈവം അസാധ്യ കാര്യങ്ങളുടെ ദൈവമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് നമുക്കതൊരു അനുഭവമായി മാറണം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ഒപ്പം ഈ സമയം നമ്മൾ ലോകം മുഴുവനും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. തിരുസഭയ്ക്ക് വേണ്ടി, ലോകത്തിൽ നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അനേകം ശുശ്രൂഷകർ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ, രാജ്യങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അവരിലേക്കെല്ലാം ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരാൻ, അഗ്നിയുടെ അഭിഷേകം കൊണ്ട് അവരെല്ലാം നിറയാൻ വേണ്ടി ഒരു നിമിഷം നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കൊണ്ട് ഈ ലോകം മുഴുവന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ, സ്വർഗം താണിറങ്ങുന്ന ഈ രാത്രിയിൽ, കർത്താവായ യേശുവേ, ലോകം മുഴുവനിലുമുള്ള എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ ചേർത്ത് സമർപ്പിക്കുന്നു. സഭയാകുന്ന ക്രിസ്തുവിന്റെ മൗലിക ശരീരത്തിലെ അംഗങ്ങളായ തിരുസഭാ മക്കളെ ഞങ്ങൾ ചേർത്ത് സമർപ്പിക്കുന്നു. യേശുവേ, ഈ രാത്രിയിൽ സഭയെയും സഭാമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എല്ലാ വൈദികർക്ക് വേണ്ടി, എല്ലാ സന്യാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈശോയെ ഈ രാത്രിയിൽ സ്വർഗത്തിന്റെ പുതിയ അഭിഷേകം, സ്വർഗത്തിന്റെ പുതിയ ശക്തി അവരിലേക്ക് നീ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന, പ്രഘോഷിക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ സുവിശേഷകരെയും, വളരെ പ്രത്യേകമായി എല്ലാ ആത്മായ സുവിശേഷ ശുശ്രൂഷകരെയും ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ, അവരെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ തളർന്നുപോയ, തകർന്നുപോയ എല്ലാ വ്യക്തികളെയും വീണ്ടും ഉണർത്തണമേ, വീണ്ടും ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി, കരങ്ങൾ ഉയർത്തി തിരുസഭയെ, എല്ലാ വിശ്വാസികളെ, മാർപ്പാപ്പയെ എല്ലാം ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, സ്വർഗ്ഗത്തിന്റെ അഭിഷേക ശക്തി അവരിലേക്ക് പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല, 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 ഹല. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിന് മുൻപിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെ അടയാളമായി ദൈവം ഉയർത്തിയ ശാലോം എന്ന ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ശാലോം ശുശ്രൂഷകളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ കാലഘട്ടത്തിന്റെ ദൈവമഹത്വത്തിന്റെ അടയാളമായി ശാലോമിനെ അവിടുന്ന് ഉയർത്തണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശാലോമിലൂടെ ഈ കാലഘട്ടങ്ങളിൽ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോമിന്റെ പ്രസിദ്ധീകരണ ശുശ്രൂഷകളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. സൺഡേ ശാലോമിനെയും ശാലോം ടൈംസിനെയും മറ്റെല്ലാ പ്രസിദ്ധീകരണങ്ങളെയും സ്വർഗത്തിന്റെ അഭിഷേകത്താൽ അവിടുന്ന് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ കാലങ്ങളിൽ ലോകത്തിന് മുഴുവൻ പ്രത്യാശയുടെ അടയാളമായി മാറ്റപ്പെട്ടിരിക്കുന്ന ശാലോം ടിവിയെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, സുവിശേഷത്തിന്റെ ശക്തി, സുവിശേഷത്തിന്റെ ശക്തി ലോകമെങ്ങും പ്രകടമാകുവാൻ ഈശോയെ അവിടുന്ന് ഉയർത്തിയ ഈ ചാനലിനെയും ശാലോം റേഡിയോയെയും ശാലോം വെബ് മിനിസ്ട്രിയെയും മറ്റെല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ശാലോം ശുശ്രൂഷകളെ മുഴുവൻ സമർപ്പിച്ച് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല, 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 ഹല. യേശുവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, ശാലോമിനെ അനുഗ്രഹിക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. താതന്റെ ഏകകുമാരാ രക്ഷകനാമീശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ
രക്ഷകനാം ഈശോനാഥ, രക്ഷകനാം ഈശോനാഥ, കർത്താവേ, ലോകം മുഴുവനിലേക്കും അയക്കൂ നിൻ ആത്മാവിനെ, ഇപ്പോൾ ഈ ഭൂമിയിലേക്ക് ഇപ്പോഴീ ഭൂമിയിലേക്ക് ഓ ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ മാതാവേ, വസിക്കട്ടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യാത്മാവ്, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അയക്കണമേ. സർവ്വജനത്തിൻ ഓ ഹൃത്തിൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വസിക്കട്ടെ ദിവ്യാത്മാവ്, സർവ്വജനത്തിന്റെ മുൻ സർവ്വജനത്തിൻ ഹൃത്തിൽ വസിക്കട്ടെ ദിവ്യാത്മാവ്, എല്ലാ ജനതയുടെയും മുമ്പിൽ സർവ്വജനത്തിൻ ഹൃത്തിൽ ഓ വസിക്കട്ടെ. വസിക്കട്ടെ ദിവ്യാത്മാവ്, സർവ്വജനത്തിന്റെയും മുമ്പിൽ സർവ്വജനത്തിൻ ഹൃത്തിൽ ഓ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഓ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാമേ. ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അഗ്നിയുടെ അഭിഷേകമായി ലോകം മുഴുവനിലേക്കും പകരാൻ അമ്മ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.